അവർക്ക് ആവശ്യമുള്ളത് അള്ളാഹുവിനെ അല്ല, അള്ളാഹുവിന്റെ റസൂലിനെ അല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളി കെട്ടുകയും എന്നിട്ട് അതിന്റെ പിന്നിൽ പൈസ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഇന്ന് മറ്റുള്ള പ്രസ്ഥാനം. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇബ്ലീസിനെ പറയാതിരിക്കാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഓരോരുത്തരും മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരാണ് അവരൊക്കെ. മഹാനായ ഇമാം അംബൽ റളിയല്ലാഹു അൻഹു മഹാനവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ആർക്കും ഒരു ഔലിയാക്കൾ എന്നുള്ള സംശയം എന്നുള്ള കാര്യത്തിൽ, അള്ളാഹുവിന്റെ ഉലമാക്കൾ, അള്ളാഹുവിന്റെ ആരിഫ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മഹാനായ ഇമാം അംബൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് അവരുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ഒരു ഭക്ഷണം നൽകുകയുണ്ടായി. ഒരു ഭക്ഷണം നൽകി. അത് കണ്ടപ്പോൾ മഹാനായ അവരുടെ ഭാര്യ അവരോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ഭക്ഷണമാണ്, ഇതൊരു രാജാവ് കൊണ്ടുവന്നതാണ്. അപ്പോൾ മഹാനായ ഇമാം അംബൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയുണ്ടായി, ഇത് നിങ്ങൾ പുഴയിൽ പോയിക്കൊണ്ട് കളയുക, നിങ്ങൾ പുഴയിൽ ഒഴുക്കുക, ഇതിൽ ഹലാലും ഉണ്ടാകും ഹറാമും ഉണ്ടാകും, അതുകൊണ്ട് ഇത് പുഴയിൽ അളക്കുക എന്ന് ഇമാം അംബൽ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതിനുശേഷം ജീവിക്കുന്ന കാലം അത്രയും മീൻ കൂട്ടാറില്ല. എന്തുകൊണ്ട്? അവിടെ ഉണ്ടായിരുന്ന പുഴയിൽ നിന്നാണോ ഇവിടെ നിന്ന് മീൻ പിടിച്ചത് എന്നതുകൊണ്ട് അത്രത്തോളം സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരാണ്. നാം ഓരോരുത്തരും മനസ്സിലാക്കണം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതവും അതുപോലെ തന്നെ നല്ല രൂപത്തിൽ തന്നെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നബിതങ്ങളെ പേടിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. അവരൊക്കെ നല്ല രൂപത്തിൽ ജീവിച്ചു കാണിച്ചെന്ന് അതനുസരിച്ച് തന്നെയാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ജീവിച്ചു പോയത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മീൻ വാങ്ങാൻ പോകുന്ന സമയത്ത് മീൻ വാങ്ങുകയും എന്നിട്ട് അതിന് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് ഭാര്യയോട് എണ്ണി നോക്കാൻ പറഞ്ഞു. ഭാര്യ എണ്ണി നോക്കുമ്പോൾ അതിലൊന്നധികമുണ്ട്. തിരിച്ചു കൊണ്ടുപോയി ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ട് പറഞ്ഞു, ഇതിലൊന്നധികമുണ്ടല്ലോ, ഇതെന്തിനാണ് എനിക്കെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്നും ആ കടക്കാരൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഞാൻ തന്നതാണ്, ഒന്നധികം വിട്ട് തന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്നിട്ട് പറയണം, എന്നോട് അതിൽ അധികം ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവിടെ നിന്നും ആ സൂക്ഷ്മത കാണിക്കുകയുണ്ടായി. നാം ഓരോരുത്തരും മനസ്സിലാക്കണം, അതുപോലെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നബിയെ പേടിച്ചുകൊണ്ട് ജീവിച്ചവർ അവരെ പിന്തുടർന്നാണ് നാം മുന്നോട്ട് പോവേണ്ടത്. അവർ കാണിച്ചു തന്ന പ്രസ്ഥാനമാണ് മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഉസ്താദുമാർ പറയാനുണ്ട്, അതുപോലെ തന്നെ ഇസ്മായിൽ സഖാഫിത്തോട്ടുമൊക്കെ അവർ നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ പറഞ്ഞു തരും. അവർ പറയുന്നതനുസരിച്ച് അവർക്കൊക്കെ അറിയാമല്ലോ ഇതിന്റെ അവസ്ഥ. കൂടെ കിടന്നവനെ രാപ്പനി അറിയുമെന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, അതുകൊണ്ട് അവരാണ് അവരുടെ പി ആയിട്ട് നടന്നത്. അവർക്കറിയാം ഇതിനെ കുറിച്ചല്ല. അവർ പറഞ്ഞു തരുന്നതനുസരിച്ച് ഇനി അവർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനക്കാർ അവർ കാണിച്ചു തരട്ടെ. ഇവിടെ നിന്നും ഇങ്ങനെയുള്ള ഒരു സ്റ്റേജ് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞത് തെറ്റാണ് എന്ന് അവർക്ക് അത്രത്തോളം മോശമുണ്ടെങ്കിൽ, അവർക്ക് ആ കാര്യം അത്രത്തോളം മോശമായി തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേജ് കെട്ടിക്കൊണ്ട് അവർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ഒരു പരിപാടി വെച്ചുകൊണ്ട് തെളിയിക്കട്ടെ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.